ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം, നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മുടെ ലൈനിങ് പീസ് 4 മടക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് മെഷറിംഗ് ടേപ്പ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഫുൾ ലെങ്ത്ത് കാണാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ കറക്റ്റ് അളവിലുള്ള തുണി നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള മാർക്കിങ്സ് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പുറമത്തെ ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സസ് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ചിട്ട് അത്യാവശ്യം എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മാർക്കിങ്സ് സ്റ്റോപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൺവീനിയൻസിനായിട്ടൊന്നും കൂടി ഞാൻ മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട്. നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ലെങ്ത്താണ് എപ്പോഴും നമുക്ക് ആം ഹോളായിട്ട് വരിക. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിനും ബാക്കിനും ആം ഹോള് ഒരുമിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആദ്യം ബാക്കത്തെ പീസാണ് കട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഫ്രണ്ടിലത്തെ ആം ഹോള് ഒന്നും കൂടി കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മാർക്കിങ്സ് കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചുരിദാറിൻ്റെ കറക്റ്റ് സൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നെക്ക് ഇതിൽ കട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടേക്ക് വരുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ച് ഒരു 1/4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് ആ ഷോൾഡറിൽ അത് പ്ലേസ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ എല്ലാവരും തയ്ച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അതേ ആദ്യം നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. പിന്നീടാണ് സെപ്പറേറ്റ് ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്നും കൂടി കുഴിച്ച് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ കട്ടിങ് ഒരുവിധം കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവും കൂടി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലൈനിങ് പീസിൻ്റെ അതേ മെഷർമെൻറ്റ് നമ്മുടെ മെയിൻ പീസിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പീസിൽ നമ്മുടെ ഡിസൈനൊക്കെ വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. മെയിൻ പീസ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ പിന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിനേക്കാളും ലെങ്ത്ത് കൂടുതലായിട്ടാണ് നമ്മുടെ മെയിൻ പീസ് കട്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ലെങ്ത്ത് മെയിൻ പീസ് കൂടുതലായിട്ടും ലൈനിങ് കുറച്ച് കുറവായിട്ടും വെച്ചാൽ മതി. മിക്കവാറും ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 വട്ടം അലക്കി കഴിഞ്ഞാൽ ആ ലൈനിങ് ഫുള്ളും താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ലാതെ എങ്ങനെ ഫിനിഷിങ്ങിൽ കട്ട് ചെയ്യേണ്ടതെന്നാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫുൾ ആയിട്ട് കാണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സ്ലീവാണ് ഇനി കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണി നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അളവ് ചുരിദാർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് മെഷർമെൻറ്റ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. ചിലർ പെട്ടെന്ന് ഫാറ്റാവും, പെട്ടെന്ന് തടി കുറയും. അങ്ങനെ പ്രകൃതിയുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് പോസിബിൾ അല്ല. അല്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് ഒട്ടും തുന്നാറിയില്ല എന്നുള്ളവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അടിപൊളിയായിട്ട് നമുക്ക് വർക്കൗട്ട് ആവുന്നൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ക്യാൻവാസിലാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സിന് ഇത് അറിയില്ലാച്ചെങ്കിൽ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ മതി. ഒരു ക്യാൻവാസും യൂസ് ചെയ്യാതെ നല്ല ഭംഗിയിൽ എങ്ങനെ അടിച്ചു തിരിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ക്യാൻവാസ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷേപ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് നെക്ക് ജസ്റ്റ് ക്യാൻവാസ് വെച്ച് അടിക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം അത് മറിച്ചിട്ട് പതിച്ചടിക്കാനായിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയിലും പെർഫെക്റ്റിലും തന്നെ നമ്മളുടെ ഡ്രസ്സസ് നമുക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ അത് ഈ നമ്മുടെ നെക്കിൻ്റെ ജോയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ഷോൾഡറും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവും കൂടിയുള്ള ജോയിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ സ്ലീവ്സ് നല്ല ഭംഗിയിൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ ഓൾറെഡി നമ്മൾ 1.5 ഇഞ്ച് വീതിയിലാണ് രണ്ട് സൈഡും മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 1.5 ഇഞ്ച് വീതിയിൽ തന്നെ നമ്മുടെ സ്ലീവും സൈഡും കൂടി നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേ ഫൈനലി നമ്മുടെ സ്ലിറ്റാണ്. അപ്പോൾ സ്ലിറ്റൊന്നും പെട്ടെന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുരിദാറിൻ്റെ ബാക്കിലേക്ക് ഒരു ഡോട്ട് കൂടി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിൻ്റെ വീഡിയോ നല്ല ഭംഗിയിൽ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത് കണ്ടിട്ട് അടിപൊളിയായിട്ട് തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിൻ്റെ സമയമായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.